ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ നേഴ്സ്ക്യൂൻ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് JPHന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ സെക്കൻഡ് പാർട്ടാണ്. ഈ ഒരു എക്സാം നടന്നത് 2022 47/2022 എന്നുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻ ഡിസ്കഷനും ക്ലാസ്സുകളും ഒക്കെ നമ്മുടെ ആപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ലാസ്റ്റ് എക്സാമിന് ഏകദേശം ഒരു മാസം മുന്നേ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മാത്രം വെച്ചിട്ടുള്ളൊരു ക്ലാസ്സുകളും നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കിടക്കാം. ഇൻഡിക്കേഷൻ ഓഫ് ഫീക്കൽ കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈക്കോളൈ, സ്ട്രെപ്റ്റോകോക്കസ്, സ്റ്റഫിലോകോക്കസ്, ഓപ്ഷൻ ബി ആൻഡ് സി. നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ എല്ലാവർക്കും ഏകദേശം അറിയാമെന്ന് തോന്നുന്നു. ഫീക്കൽ കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ, സോ ഇവിടെ കറക്റ്റ് ആൻസർ ഈക്കോളൈ ആണ്. ഈക്കോളൈ നമ്മൾ സാധാരണ കോളിഫോം ബാക്ടീരിയ എന്ന് പറയും. സാധാരണ ഒരു കോളിഫോം ബാക്ടീരിയയിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതാണ് ഈക്കോളൈ എന്നുള്ളത്. കാരണം ഈക്കോളൈ എന്നുള്ളത് ഹ്യൂമൻ ഫീസിസിൽ ധാരാളം കാണുന്ന ഒരു ബാക്ടീരിയയാണ്. സോ ഇറ്റ്സ് ഫൗണ്ട് ഇൻ ദ ഹ്യൂമൻ ഇൻഡസ്ട്രൈൻസ് ആൻഡ് അനിമൽസ് ഓൾസോ. സോ നമ്മൾ സാധാരണ ഈ കിണർ ലാട്രിൻ്റെ അടുത്തുനിന്ന് ഏകദേശം 30 മീറ്റർ എങ്കിലും അകലെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. സോ കുടിവെള്ളം ലാട്രിൻ്റെ അടുത്തുനിന്ന് ഏകദേശം 30 മീറ്ററോളം അകലെ വേണമെന്നാണ്, അവേ ഫ്രം ദ ലാട്രിൻ. ദെൻ സ്ട്രെപ്റ്റോകോക്കസ് ആൻഡ് സ്റ്റഫിലോകോക്കസ് ബോത്ത് ആർ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണ്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണ്. സോ ദീസ് ടു ആർ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. സ്ഫെറിക്കൽ ഷേപ്പ്ഡ് ബാക്ടീരിയ ആണ് സ്റ്റെപ്റ്റോകോക്കസ് എന്നുള്ളത്. സ്ഫെറിക്കൽ ഷേപ്പ്ഡ് ആണ്, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആണ്. സാധാരണ ഈ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ് വഴിയൊക്കെ പകരുന്ന ഒരു ബാക്ടീരിയയാണ് സ്റ്റെപ്റ്റോകോക്കസ്. സ്റ്റഫിലോകോക്കസ് ഓൾസോ ഗ്രാം പോസിറ്റീവ് ആണ്. സ്കിൻ ഇൻഫെക്ഷനൊക്കെ പകരുന്നത് ഈ ഒരു സ്റ്റഫിലോകോക്കസ് ബാക്ടീരിയ ആണ്. സ്ട്രെപ്റ്റോകോക്കസ് ആണെങ്കിൽ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ് വഴിയൊക്കെ പകരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോളോയിങ് ആർ ദ കോമൺ പ്രോബ്ലം ഓഫ് മൗത്ത് എക്സെപ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫോളോയിങ് ആർ ദ കോമൺ പ്രോബ്ലംസ് ഓഫ് മൗത്ത് എക്സെപ്റ്റ്. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ജിഞ്ചിവൈറ്റിസ്, ഹാലിറ്റോസിസ്, പെരിയോഡോണ്ടൽ ഡിസീസ് ആൻഡ് ആഗ്നെ. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ആഗ്നെയാണ്. ആഗ്നെ നമുക്കറിയാം, മുഖക്കുരു എന്ന് പറയുന്ന മലയാളത്തിൽ പറയുന്നുണ്ട്. സ്കിൻ കണ്ടീഷനാണ്. പിമ്പിൾസ് ഒരുപാട് പിമ്പിൾസ് വരുമ്പോൾ നമുക്കത് ആഗ്നെ എന്ന് പറഞ്ഞ കണ്ടീഷനിലേക്ക് വരും. അത് ഹോർമോണൽ ചേഞ്ചസ് ഉള്ള സമയത്ത്, പ്യൂബർട്ടി ടൈമിൽ അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ, മെൻസ്ട്രൽ പീരീഡ് ഉള്ള സമയത്തൊക്കെ സാധാരണ ആഗ്നെ വരാറുണ്ട്. അപ്പോൾ ഒരു പ്യൂബർട്ടിയിലേക്ക് പോകുന്ന ഒരു അഡോളസെൻ്റ് ഏജ് ഗ്രൂപ്പിൽ സാധാരണ കാണുന്നതാണ്. ജിഞ്ചിവൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഓഫ് ദ ഗമ്മാണ്. ഗമ്മിലുള്ള ഇൻഫ്ലമേഷനാണ് ജിഞ്ചിവൈറ്റിസ്. ഹാലിറ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാഡ് ബ്രീത്ത് ആണ്. സോ ഹാലിറ്റോസിസ് എന്ന് പറഞ്ഞാൽ ബാഡ് ബ്രീത്ത് ആണ്. പെരിയോഡോണ്ടൽ ഡിസീസ് എന്ന് പറഞ്ഞാലും ഗം ഡിസീസ് തന്നെയാണ് കേട്ടോ, ഗം ഡിസീസ് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈഡിസ് ഈജിപ്റ്റി ട്രാൻസ്മിറ്റ്സ് ദ ഫോളോയിങ് ഡിസീസ് എക്സെപ്റ്റ്. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ജപ്പാനീസ് എൻസെഫലൈറ്റിസ്, യെല്ലോ ഫീവർ, മലേറിയ, ഡെങ്കു ഫീവർ. ഈഡിസ് ഈജിപ്റ്റി ട്രാൻസ്മിറ്റ്സ് ദ ഫോളോയിങ്. ഈഡിസ് ഈജിപ്റ്റി എന്ന് പറഞ്ഞാൽ അത് പരത്തുന്നത് ജപ്പാനീസ് എൻസെഫലൈറ്റിസ്, യെല്ലോ ഫീവർ, ഡെങ്കു ഫീവർ ഒക്കെ പകർത്തുന്നത് ഈഡിസ് ഈജിപ്റ്റിയാണ്. അപ്പോൾ അത് പകർത്താത്ത ഏതാണ്? മലേറിയയാണ്. മലേറിയ പകർത്തുന്ന ഏതാണ്? ബൈറ്റ് ഓഫ് ഇൻഫെക്റ്റഡ് ഫീമെയിൽ അനോഫിലസ് മസ്കിറ്റോസ് ആണ്. സോ മലേറിയ വരുന്നത് ഫീമെയിൽ അനോഫിലസ് മസ്കിറ്റോസ് വഴിയാണ് കേട്ടോ. ഫീമെയിൽ അനോഫിലസ് മസ്കിറ്റോസ് വഴിയാണ് മലേറിയ വരുന്നത്. നമുക്ക് ചെറിയൊരു എക്സ്പ്ലനേഷൻ നോക്കാം. മലേറിയ ഈസ് ഇൻ എ ക്ലിനിക്കൽ ഡിസീസ്, കളക്ഷൻ ഓഫ് സിംറ്റംസ് ആൻഡ് സൈൻസ് ഡ്യൂ ടു ഇൻഫെക്ഷൻ ബൈ സെക്ഷൽ ഫോംസ് ഓഫ് ദ പാരസൈറ്റ്സ്. പ്ലാസ്മോഡിയം പാരസൈറ്റ്സ് ആണ്. ഫാൽസിഫാറം, പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം ഒവൈൽ, പ്ലാസ്മോഡിയം മലേറിയ. ഗെമറ്റോസൈറ്റ്സ് ഡു നോട്ട് കോസ് ഡിസീസ്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഏറ്റവും ലെതലായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് മലേറിയയാണ് മലേറിയ പ്ലാസ്മോഡിയം ഫാൽസിഫാറം. മോസ്റ്റ് കോമൺ ടൈപ്പാണ്, ഡെഡ്ലിയസ്റ്റ് ടൈപ്പാണ് പ്ലാസ്മോഡിയം ഫാൽസിഫാറം. Plasmodium vivax also common. Plasmodium falciparum is the most deadliest type of malaria caused by Plasmodium. 95% വരുന്നത് ഈ പ്ലാസ്മോഡിയം ഫാൽസിപ്പാർ ആണ്. എസ്പെഷ്യലി ഉഗാണ്ടയിലാണ് ഇത് കൂടുതലും വരുന്നത്. ഇന്ത്യയിൽ നമുക്ക് ചില സ്ഥലങ്ങളിൽ, ഇപ്പം മംഗലാപുരം പോലെയുള്ള സ്ഥലങ്ങളിൽ ഒരു എൻഡമിക് ഡിസീസായിട്ട്, സോ ഇറ്റ്സ് ആൻ എൻഡമിക് ഡിസീസ് ആയിട്ട് കാണുന്ന ഒരു രോഗമാണ് എൻഡമിക്. അതായത് ഒരു സമയത്ത്, ഇപ്പോൾ ഒരു ഡിസംബർ ജനുവരി കാലഘട്ടത്തിൽ
അവിടെ സ്ഥിരമായിട്ട് വരും, പിന്നെ അത് കാണില്ല, പിന്നെ അടുത്ത ഡിസംബർ ജനുവരി ആകുമ്പോൾ വരും. അങ്ങനെ കാണുന്നതാണ് എൻഡമിക്. അതായത് ഒരു പ്രത്യേക സ്ഥലത്ത് ഉണ്ടാകുന്ന ഡിസീസാണ്, പർട്ടിക്കുലർ ടൈമിൽ അത് വരുന്നു പോകുന്നു, അത് എൻഡമിക് ആണ്. ഓക്കെ. എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് റാപ്പിഡ് ഔട്ട് ബ്രേക്ക് ഓഫ് ഡിസീസാണ് എപ്പിഡമിക്. സോ ഇൻ എ കമ്മ്യൂണിറ്റി ദ ഡിസീസ് ഈസ് റാപ്പിഡ്ലി സ്പ്രെഡിങ്, അങ്ങനത്തെ ടൈപ്പാണ് എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ. പാൻഡമിക് എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് ആണ്. ദെൻ ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ കാര്യങ്ങളായിരുന്നു ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ കൂടുതൽ നമുക്ക് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് നമ്മുടെ നേഴ്സ് ക്വീൻ ആപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ക്ലാസ്സിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും ഒരുപാട് വീഡിയോകൾ തരുന്നുണ്ട്. യൂട്യൂബ് ചാനലിലൂടെയും ഞാൻ വീഡിയോ തരുന്നതായിരിക്കും. നമുക്ക് കൂടുതലും നമ്മുടെ ഈ പഴയ നമ്മുടെ JPHൻ്റെ ക്ലാസ്സുകളൊക്കെ JPHN പ്ലേലിസ്റ്റിൽ യൂട്യൂബ് ചാനലിൽ തന്നെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒരുപാട് വീഡിയോസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പഴയ വീഡിയോസൊക്കെ നിങ്ങൾ കാണുക. എക്സാമിന് ഇനി 60 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്സാം വരെ നമുക്ക് ഇതുപോലെയുള്ള ചെറിയ വീഡിയോകളായിട്ട് വരാം. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കൂടുതൽ വീഡിയോകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. So thank you for watching. Please share this video to your friends. All the best.